ഒരൊറ്റ ശ്വാസത്തിൽ മൃതിയണയ്ക്കുമീ വിഷാംശവാതകച്ചുഴിയിലെ യന്ത്രപ്പുരയെരിയുന്നു, പരക്കുന്നു ചുറ്റും മരണാഗ്നി, ചുറ്റിപ്പറക്കുന്നുണ്ടെങ്ങും തലയില്ല പക്ഷിച്ചിറകുകൾ മാത്രം. ലോകത്തെ ഏറ്റവും വലിയ വ്യാവസായിക ദുരന്തത്തിന്റെ അസ്ഥിപഞ്ജരമാണിത്. ഒറ്റ രാത്രി കൊണ്ട് 5 ലക്ഷത്തിലധികം ജനങ്ങളുടെ ശ്വാസകോശത്തിലേക്ക് വിഷവാതകം തുപ്പിയ വ്യാവസായിക ഭീകരന്റെ തുരുമ്പിച്ച ശേഷിപ്പുകൾ. ഇത് ഭോപ്പാലിലെ കുപ്രസിദ്ധമായ യൂണിയൻ കാർബൈഡ് ഫാക്ടറിയുടെ ജീർണാവശിഷ്ടം. ഡിസംബർ 2 പകൽ അസ്തമിച്ച് നേരം പുലർന്നപ്പോൾ ഉറങ്ങിക്കിടന്ന 3787 പേർ പിന്നീട് ഉണർന്നതേയില്ല. 5,74,000-ൽ പരം ആളുകൾ കൊടും വിഷവാതകത്തിന് ഇരകളായി. എണ്ണിക്കഴിയാത്ത മരണങ്ങളും കൂട്ടിക്കിഴിക്കാത്ത പരിക്കും തർക്കവിതർക്കമായപ്പോഴേക്കും കമ്പനി ഇന്ത്യ വിട്ടുപോയിരുന്നു. അമേരിക്കൻ കുത്തകയായ യൂണിയൻ കാർബൈഡായിരുന്നു വില്ലൻ. ഭോപ്പാൽ നഗരത്തെ ശവപ്പറമ്പാക്കിയത് ഈ തുരുമ്പിച്ച കുഴലുകളിലും ബോയിലറുകളിലും നിന്ന് ലീക്ക് ചെയ്ത മീഥൈൽ ഐസോസയനേറ്റ് എന്ന വിഷവാതകമായിരുന്നു. യൂണിയൻ കാർബൈഡിന്റെ കീടനാശിനിയായ കാർബറൈലിന്റെ പ്രധാന രാസഘടകമായിരുന്നു മീഥൈൽ ഐസോസയനേറ്റ്. അമേരിക്കൻ ബഹുരാഷ്ട്ര കുത്തകയായ യൂണിയൻ കാർബൈഡ് പ്രവർത്തനം തുടങ്ങി കേവലം 7 വർഷങ്ങൾക്കുള്ളിൽ തന്നെ വിഷവാതക ചോർച്ചയെക്കുറിച്ച് തൊഴിലാളി യൂണിയനുകൾ പരാതി പറഞ്ഞു തുടങ്ങി. 1984 മഹാദുരന്തത്തിനു മുൻപ് നിരവധി തവണ വാതക ചോർച്ചയുണ്ടായി. അതൊന്നും ആരും കണക്കിലെടുത്തില്ല. വിഷവാതക ശേഖരത്തെക്കുറിച്ച് പഠിച്ച് അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കിയ പത്രപ്രവർത്തകൻ രാജ്കുമാർ കെശ്വാനി നൽകിയ മുന്നറിയിപ്പ് ഭോപ്പാൽ ഒരഗ്നിപർവ്വതത്തിന്റെ വക്കിലാണെന്നായിരുന്നു. അഗ്നിപർവ്വതം പൊട്ടുന്നതുവരെ ആവലാതികളും റിപ്പോർട്ടുകളും ആരും ചെവിക്കൊണ്ടില്ല. ഔദ്യോഗിക കണക്ക് പുസ്തകത്തിൽ 3787 മരണം എന്നെഴുതി ചേർത്തെങ്കിലും 16,000-ഓളം പേർക്ക് ജീവൻ നഷ്ടമായെന്നാണ് അനൗദ്യോഗിക കണക്ക്. 5.5 ലക്ഷത്തോളം പേർ ജീവച്ഛവമായി നരകയാതനകൾ അനുഭവിച്ചു. അവരും അനന്തര തലമുറകളും ഇന്നും അനുഭവിക്കുന്നു. നിയമക്കുരുക്കിൽ പരിഹാരം കാണാതെ കിടക്കുന്നതിനിടെ അമേരിക്കൻ കമ്പനി തങ്ങളുടെ പങ്കാളിത്തം എവറടിക്ക് കൈയൊഴിഞ്ഞ് ഇന്ത്യ വിട്ടു. പിന്നെ മധ്യപ്രദേശ് സർക്കാരിന്റെ കൈവശമെത്തിയ തുരുമ്പിന്റെ ഇരുമ്പ് ഖണ്ഡങ്ങളും മണ്ണും ദുരന്തം കഴിഞ്ഞ് 17 വർഷങ്ങൾക്ക് ശേഷം ഡൗ കെമിക്കൽസ് കമ്പനി 2001 വിലയ്ക്ക് വാങ്ങി. ഒരു രാത്രി മരണം സംഹാരതാണ്ഡവമാടിയ ഫാക്ടറിയെക്കുറിച്ചോ അവിടേക്കുള്ള വഴി പോലുമോ ഭോപ്പാലിലെ സാധാരണ ജനങ്ങൾക്കറിയില്ല എന്നതാണ് വിസ്മയകരം.